ട്രംപിനെതിരെയും ട്രംപിന്റെ നയങ്ങൾക്കെതിരെയും അമേരിക്കയിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ടല്ലോ. അത് അന്തിമ വിജയത്തിലേക്ക് എത്തുമോ? യഥാർത്ഥത്തിൽ ലോക ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റിൽ ആദ്യം തുടങ്ങുന്നത് ഇംഗ്ലണ്ടിൽ നിന്നും, പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറിയ അമേരിക്കക്കാരും ഒക്കെ എന്നുള്ള രീതിക്ക് അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ജനാധിപത്യമാണ് നമ്മൾ ഉത്തമമായിട്ട് പലരും മാതൃകകളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈവൻ ഇന്ത്യൻ ഭരണഘടന പോലും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞെടുത്തേക്കുന്നത് അമേരിക്കൻ ഭരണഘടനയാണ്. ഇപ്പോൾ ഈ ട്രംപിൻ്റെ രണ്ടാം ഭരണത്തിന് ശേഷം, ട്രംപിന് ആദ്യത്തെ തവണ ഭരണം നഷ്ടപ്പെട്ടത്തേക്ക് ഇദ്ദേഹം കാണിച്ച കോപ്രായത്തരങ്ങൾ നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസീം മുനീറിനേക്കാൾ ഒരു അധികാര ഭ്രാന്തനാണെന്ന് നമുക്ക് തോന്നിച്ചു പോയ സമയമാണ്. എന്നിട്ടും അദ്ദേഹം കഴിഞ്ഞ ഗവൺമെൻറ് 4 വർഷത്തോളം പൂർത്തിയാക്കി. അടുത്ത് വീണ്ടും ഇദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ഒരു പാൻ ഇന്ത്യൻ ആൾക്കാർക്കൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു ട്രംപിന് ഒരു പ്രോ ഇന്ത്യ പോളിസി ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ചിട്ട് അമേരിക്ക ഒരു ഡീപ്പ് പ്രോബ്ലത്തിലാണ് നിൽക്കുന്നത്. അവർ പല ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടാക്കി പല ഗവൺമെൻറ്റുകളെയും അട്ടിമറിച്ച ഒരു ചരിത്രം CIAയ്ക്കും അമേരിക്കൻ ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ലോകരാജ്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ജൂൺ 14-ലാണ് ഈ ആദ്യത്തെ പ്രക്ഷോഭം തുടങ്ങുന്നത്. ഇദ്ദേഹം ജനുവരിയിൽ അധികാരം ഏറ്റെടുത്തിട്ട് ജൂണിലാണ് ആദ്യത്തെ പ്രക്ഷോഭം തുടങ്ങുന്നത്. അന്ന് അമേരിക്കൻ ആർമിയുടെ 250-ാം വാർഷികവും ട്രംപിൻ്റെ 79-ാം ജന്മദിനത്തിലുമായിരുന്നു ഈ പ്രക്ഷോഭം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ജൂലൈ 4-ന് പ്രക്ഷോഭം തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പോൾ 18-ാം തീയതി വീണ്ടും അടുത്തൊരു പ്രക്ഷോഭം. അത് ആദ്യത്തെ പ്രക്ഷോഭത്തിൽ വെറും 100 സിറ്റിയിലെ ആൾക്കാരാണ് ചേർന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം 2100 സിറ്റിയിലെ 70 ലക്ഷത്തോളം പേരാണ്, 7 മില്യൺ ആണ് അവർ പറഞ്ഞിരിക്കുന്ന കണക്ക്. സാധാരണഗതിയിൽ ഈ ഓർഗനൈസേഴ്സ് കൂട്ടി പറയും, മീഡിയ കുറച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓർഗനൈസർ 5 മില്യൺ പറയുമ്പോഴത്തേക്ക് മീഡിയ പറയുന്നു അത് 7 മില്യൺ ആൾക്കാർ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അത്രത്തോളം വികാരം, ഈ 70 ലക്ഷം ചെറുതല്ല, അമേരിക്ക ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജനസംഖ്യയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? ട്രംപിനെ മടുത്തോ ജനങ്ങൾ? ട്രംപിനെ മടുത്തല്ല, ഒന്ന് ഗവൺമെൻറ്, ഞാൻ പറഞ്ഞില്ല, അതൊരു ഡീപ്പ് പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. അമേരിക്കയുടെ എക്കണോമി അത്രയ്ക്ക് നല്ല കണ്ടീഷനിലല്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ 1-ാം തീയതി തൊട്ട് അമേരിക്കയിലെ ഏകദേശം 1 ലക്ഷത്തോളം പേർക്ക് വീട്ടിലിരുത്തി വെറുതെ ശമ്പളം കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു സ്റ്റേറ്റിൻ്റെ, ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു ട്രഷറി ബ്രേക്ക് ഡൗൺ ഒരാഴ്ചത്തേക്ക് പോലും വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ്. ഈ ഒരു ട്രഷറി ബ്രേക്ക് ഡൗൺ എത്ര കാലത്തേക്ക് ഉണ്ടാവുമെന്നുള്ള കാര്യം പോലും ആൾക്കാർക്ക് തീർച്ചയില്ല. ആക്ച്വലി ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ട്രംപ് ഈ താരിഫിലോട്ട് കൈവച്ചതും തോന്നിയ രീതിയിലൊക്കെ താരിഫ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൽ പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു 3 ബ്രാഞ്ചുകളാണല്ലോ, എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ പിന്നെ ജുഡീഷ്യറിയും പാർലമെൻറ്റ്. ഇപ്പോൾ പാർലമെൻറ്റ് ഇദ്ദേഹത്തിനെതിരായിട്ട് കൂടുതൽ നടപടികളിലോട്ട് പോകുന്നില്ല. പക്ഷേ ജുഡീഷ്യറി ശ്രീ ട്രംപിൻ്റെ തീരുമാനങ്ങളെ പറ്റിയിട്ട് വളരെ ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് കൊടുത്തത്. അപ്പോൾ ട്രംപ് പറയുന്നത് അവർ മാഡെന്നാണ് പറയുന്നത്, അവരൊക്കെ ഡെമോക്രാറ്റുകളാണ്, അവർ മാഡെന്നാണ് പറയുന്നത് ജുഡീഷ്യറി. അത് കഴിഞ്ഞിട്ട് ഈ H-1B വിസയുടെ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ആഗോള ടെക് ഭീമന്മാർക്ക് അത് പ്രശ്നമായിട്ട് വന്നു. എനിക്ക് തോന്നുന്നത് ഗൂഗിൾ ഒക്കെ ഇന്ത്യയിലോട്ട് പറിച്ചു നടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇന്ത്യ തിരിച്ചൊരു ചെറിയ പണി കൊടുത്തു, നിങ്ങൾ ഔട്ട്സോഴ്സിങ് വേണ്ടെന്ന് പറഞ്ഞു. കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ ഇരുന്നൊരു കോൾ സെൻറ്ററിൽ ഇന്ത്യയിലെ ശമ്പളത്തിന് ഒരു അമേരിക്കയുടെ ഒരു ജോലി ഒരാൾ ചെയ്യുമ്പോഴത്തേക്ക് അമേരിക്കയുടെ ശമ്പളവും ഇന്ത്യൻ ശമ്പളവും തമ്മിലുള്ള വ്യത്യാസം അവർ ലാഭിക്കുകയാണ്. ഒരു ലാഭം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രീതിയാണ്. അപ്പോഴത്തേക്ക് ഇന്ത്യ തീരുമാനിച്ചു, ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ വച്ചോളൂ, പക്ഷേ അവിടുത്തെ അതേ സാലറി ഇവിടെ കൊടുക്കണം. നിങ്ങളവിടെ ടെലികോളിംഗ് സെൻറ്റർ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ അതേ സാലറി ഇവിടെ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ സാലറിക്കാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് തന്നെ നോക്കിക്കൊണ്ടാൽ മതിയെന്ന് വന്നപ്പോഴത്തേക്ക് ഈ മൾട്ടിനാഷണൽ ടെക് കമ്പനികൾക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് വന്നു. കാര്യം ഏത് രാജ്യത്തെയും സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്ന അവിടുത്തെ സാമ്പത്തിക ഭീമന്മാരാണല്ലോ. അപ്പോൾ അവരുടെ ഒരു കൈ ഇതിനകത്തുണ്ട്, ടെക് ഭീമന്മാരുടെ കൈയുണ്ട്. പ്രത്യേകിച്ച് H-1B വിസ വന്നതിന് ശേഷമാണ് ട്രംപ് H-1B വിസയുടെ റേറ്റ് കൂട്ടിയതും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഏകദേശം 1 ലക്ഷത്തോളം ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു വന്നപ്പോഴത്തേക്ക്, അതായത് അവരുടെ അത്യാവശ്യ സേവനങ്ങൾ പോയിട്ട് ബാക്കിയെല്ലാം ഷട്ട് ഡൗണാണ്, എമർജൻസി സർവീസസ് മാത്രമേ ഉള്ളൂ. അത് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകാറുണ്ട്. അദ്ദേഹം തന്നെ ഒരു ഭ്രാന്തൻ ജൽപ്പനമാണ്, അമേരിക്കൻ ഡിഫൻസ് വേണ്ട, അമേരിക്കൻ വാർ ഡിപ്പാർട്ട്മെൻറ്റ് മതി.
ഇതെല്ലാം പ്രസിഡന്റ് തന്നെത്താനെ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഈ ജനങ്ങൾ അധികാരവും അല്ലെങ്കിൽ മാൻഡേറ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും അയാൾക്ക് സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അയാളുടെ വിംസ് ആൻഡ് ഫാൻസീസിക്ക് അനുസരിച്ചിട്ട് ഒരു രാജ്യത്തെ കൊണ്ടുപോകാനും പറ്റുന്ന ഒരു രീതി അമേരിക്കയിലെ ഭരണഘടന ഉണ്ടാക്കിയവർ തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇദ്ദേഹം അങ്ങനെയാണ്. സെനറ്റിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും, ജനാധിപത്യ സംവിധാനങ്ങൾക്കൊന്നും യാതൊരു മര്യാദയും കൊടുക്കുന്നില്ല. ജുഡീഷ്യറിക്ക് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇത്തരം സാമ്പത്തിക തകർച്ച ഉണ്ടായപ്പോൾ പണ്ട് വർഷങ്ങൾക്ക് മുൻപും ഇത്തരത്തിലൊരു സമരം ഉണ്ടായിരുന്നു, ലോകത്തെ തന്നെ പിടിച്ചുലക്കുന്ന സമരം. അതെ, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആ ഒരു രീതിയിലേക്കാണ് ഇത് വളരുന്നത്. മാത്രമല്ല ഇതിന്റെ പുറകെ ഫ്യൂൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെ ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് ടെക് ഭീമന്മാർ ഇത് ഫണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു ആരോപണം. കാര്യം ഇത് എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ, അമേരിക്കയുടെ തന്നെ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇതിപ്പോൾ ഈ അമേരിക്കയിൽ ഒരു തളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരെ മാത്രമല്ല ബാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യ പോലൊരു രാജ്യമല്ല അമേരിക്ക. കാര്യം ലോകത്തുള്ള എല്ലാ വലിയ രാജ്യങ്ങളുടെയും അസറ്റുകളെല്ലാം അമേരിക്കൻ ഡോളറിൻ്റെ കടപ്പത്രങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും അമേരിക്കയിൽ ഒരു ഡോളറിൻ്റെ തകർച്ച ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക പ്രതിസന്ധിയിലോട്ടത് പോകും. ഇപ്പോൾ ഇങ്ങനെ ഒരു പനിക്ക് വരുമ്പോഴത്തേക്ക് തന്നെ ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളും അവരുടെ ഉള്ള അമേരിക്കൻ ഡെപ്പോസിറ്ററി നോട്ട്സ് ഉണ്ട്, നമ്മുടെ പ്രോമിസറി നോട്ട് പോലുള്ള, അതൊക്കെ അവർ വിറ്റ് ക്യാഷാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഡോളർ ഇടിയും. ഇപ്പം തന്നെ ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഈ ഭീതി ട്രംപ് തന്നെയാണ് ജനങ്ങൾക്ക് കൊടുത്തതെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസകരം. അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു ബ്രിക്സ് വരുന്നത് പിന്നെ അമേരിക്കൻ ഡോളറിനെ തകർക്കാനാണ്. അതിൻ്റെ അർത്ഥം ഒരു ഭീതി ഇദ്ദേഹം തന്നെ ജനിപ്പിക്കുകയാണ്, അറിയാതെയോ അറിഞ്ഞോ. ഇപ്പോൾ അർജൻറ്റീന പോലുള്ള രാജ്യങ്ങൾ അതൊക്കെ നിങ്ങളൊക്കെ ബ്രിക്സിൽ നിന്ന് പിന്മാറിയ നന്നായി, ബ്രിക്സുമായിട്ട് ചേർന്ന് പോരുന്നവർ എല്ലാം അമേരിക്കൻ വിരുദ്ധരാണ്. 46ഓളം രാജ്യങ്ങൾ ബ്രിക്സിൽ ചേരാൻ വേണ്ടി നിൽക്കുകയാണെന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ ബ്രിക്സിനെ ഭയക്കുന്നതായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പരസ്യമായിട്ട് സമ്മതിക്കുന്നതിൻ്റെ അർത്ഥം അവർ പ്രോബ്ലത്തിലാണെന്നാണ്. നിങ്ങൾ യൂറോ തുടങ്ങി ഞങ്ങൾക്കൊന്നും പറ്റില്ല, നിങ്ങൾ ബ്രിക്സ് തുടങ്ങിയോ ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കത്തക്ക ഒരു സാമ്പത്തിക അവസ്ഥയിലല്ല അമേരിക്ക എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുകയും അതിൻ്റെ ഒരു പ്രതികാരമെന്ന നിലയ്ക്കാണ് ഈ ട്രംപ് ഈ തീരുവകൾ ചൈനയ്ക്ക് 500%, 100%, ഈ തീരുവ അദ്ദേഹം കൂട്ടുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ടത് നമ്മൾ അവിടെ ആ രാജ്യത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കാണ് തീരുവ ചുമത്താൻ പറ്റുന്നത്. ആ അമേരിക്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലോട്ട് പോകുന്ന സാധനങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ തീരുവ ചുമത്തി കഴിഞ്ഞാൽ അമേരിക്ക എവിടെ ചെന്ന് നിൽക്കുമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, ഇന്ത്യ തന്നെ, നമ്മൾ ഇന്ത്യൻ എയർ ഇന്ത്യ ടാറ്റാസ് നമ്മൾ വിമാനം വാങ്ങിക്കുന്നു, 400-450 വിമാനങ്ങളുടെ ഓർഡറാണ് നമുക്കുള്ളത്, വലിയൊരു ഓർഡറാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഞങ്ങൾ 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരുന്നതിൻ്റെ അവരുടെ 80 ബില്യന് പകരം അത് 160 ബില്യനായിട്ട് തരേണ്ടി വരും. അപ്പോൾ അവർക്ക് ഈ കോൺട്രാക്റ്റ് നടക്കത്തില്ല. അദ്ദേഹം ഈ പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ടല്ല, പല വ്യവസായങ്ങളുടെയും അടിത്തറ തകർന്നു പോകുന്നു. അല്ല, ഇങ്ങനെ ഒരു തകർച്ചയ്ക്ക് കാരണം അത് ബൈഡന്റെ നയമാണോ അതോ ട്രംപിന്റെ നയമാണോ? ട്രംപിന്റെ നയമാണ്. ട്രംപാണല്ലോ ഈ പുതിയ താരിഫും മറ്റ് പ്രശ്നങ്ങളും. അല്ല, ആ കാലത്ത് വലിയ സാമ്പത്തിക വിഷയം ഉയർത്തിക്കാട്ടിയാണല്ലോ ഇദ്ദേഹം വിജയിച്ചത്. ഇദ്ദേഹം വിജയിച്ചു. പക്ഷേ ഇദ്ദേഹം ജയിച്ചതിന് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കൂടുതൽ പിന്നോട്ട് പോയി. പ്രത്യേകിച്ച് റെമഡീസ് ഒന്നും പുള്ളിക്കാരൻ്റെ ഇല്ല. ആകെ ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിൽ ചെന്ന് ഓരോ രാജ്യങ്ങളിൽ ചെന്നിട്ട് എല്ലാ രാജ്യങ്ങളെയും വെറുപ്പിക്കുന്ന ഒരു രീതിയിലാണ്. നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ചില കാരണവന്മാർ വയസ്സാങ്കാലത്ത് ഈ പറഞ്ഞ പോലെ അത്തംപിത്തം പറയുമെന്ന് പറയാം. അതുപോലെ ഇയാൾ അത്തംപിത്തമാണ് പറയുന്നത്. പലപ്പോഴും പറയുന്നത് തമ്മിൽ പല ബന്ധവുമില്ല. ചിലപ്പോൾ ഇന്ത്യയെ പറ്റി ചീത്ത പറഞ്ഞിട്ട് അടുത്ത പറയാൻ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്, ഏറ്റവും നല്ല ആളാണെന്ന് മോദിയെ പറ്റി പറയും. ഇതൊക്കെ പറയുന്ന ഒരാളാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. ഇങ്ങനെ ബോഡി ഡബിൾ വല്ലതും ഉണ്ടോ എന്ന് പോലും ആൾക്കാർക്ക് സംശയമുണ്ട്. ആ രീതിയിൽ ജനങ്ങൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അമേരിക്കയുടെ ഒരു വളരെ ശാന്തമായിട്ടുള്ളൊരവസ്ഥയിൽ നിന്നും ഈ പ്രൊട്ടസ്റ്റുകളൊന്നും വയലൻ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരം. പക്ഷേ ഇത് ആശ്വാസകരം, രസകരമല്ല ആശ്വാസകരം. പക്ഷേ ഇനി ഇത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് വയലൻസിലോട്ട് പോവും എന്നാണ് ആൾക്കാർ കണക്കാക്കുന്നത്. കാര്യം ഈ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അല്ല, ഇതിന് മുൻകൂട്ടി അറിഞ്ഞത് കൊണ്ടായിരിക്കും പല പ്രവേശികളിലും ഇദ്ദേഹം മുൻകൂട്ടി തന്നെ സൈനികരെ കുറച്ചു നാളായി വിന്യസിക്കുന്നുണ്ട്. ഈ പ്രൊട്ടസ്റ്റിനെ പറ്റി അദ്ദേഹത്തിന് പേടിയുണ്ട്. കാര്യം ഇദ്ദേഹത്തെ ഒരു ഇംപീച്ച്മെന്റ് ചെയ്യുന്നതിനുള്ള ഒരു നീക്കത്തിലോട്ട് ആൾക്കാർ പോകുന്നു എന്നുള്ളൊരു പേടി ഇദ്ദേഹത്തിന് വന്നതിൻ്റെ അന്ന് തൊട്ടേ ഉണ്ട്. ഇദ്ദേഹത്തെ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന്, എന്താണ് കൺട്രോൾ ചെയ്യുന്നതെന്നും ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ തന്നെ ഒരുപാട് മണ്ടത്തരം പറയും. മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയും. അപ്പം അതിൻ്റെ അർത്ഥം ഒരിക്കൽ അമേരിക്ക ഗ്രേറ്റ് ആയിരുന്നു എന്നും ഇപ്പോൾ ഗ്രേറ്റ് അല്ല എന്ന് സമ്മതിക്കുന്നത് പോലെയാണ്.
അയാളെന്നെ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അടിച്ചു എന്നുള്ളത് സമ്മതിച്ചതുപോലെയാണ്. അതുപോലെയാണ് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരിക്കൽ ഗ്രേറ്റ് ആയിരുന്നു, ഇപ്പോൾ ഗ്രേറ്റ് അല്ല, ഞാൻ ഗ്രേറ്റ് ആക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അത് അമേരിക്കയ്ക്ക് തന്നെ മോശപ്പെട്ട ഒരു സ്ലോഗനാണ്. ഇപ്പോൾ ഇതേ ഈ പറയുന്നതിനകത്തുള്ള വൈരുദ്ധ്യങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ട് ആരും ഇതുവരെ കളിയാക്കിയില്ല, പക്ഷേ അമേരിക്കയിലെ ജനങ്ങളെ തന്നെ തെരുവിലിറങ്ങുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എത്തുമ്പോഴത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. അപ്പം ഇതിന് പകരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ രാജാവല്ല എന്ന് മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം ഒഴിയുകയാണ് ചെയ്തത്. ഈ പ്രൊട്ടസ്റ്റേറ്റ് ഒരു ഡെമോക്രസിയിൽ പ്രൊട്ടസ്റ്റേഴ്സ് ഉയർത്തിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ഞാനതല്ല, എന്നെ അല്ല പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം മാറുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. വളരെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് പോകുന്നു. പക്ഷേ ഒരു ലോകരാജ്യങ്ങളിലുണ്ടാകുന്ന ഒരു ഭീമമായിട്ടൊരു തകർച്ചയുടെ മുന്നൊരുക്കമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.